നീർവെള്ളച്ചാട്ടം ഋഷികേശിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഇത് നീർഗഡ് വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു. പ്രകൃതിരമണീയമായ ഈ വെള്ളച്ചാട്ടം ഋഷികേശിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ നീലകണ്ഠ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്നു. 1.5 കിലോമീറ്റർ ദൂരം വനത്തിലൂടെയുള്ള ട്രെക്കിങ്ങിന് ശേഷം ഈ വെള്ളച്ചാട്ടത്തിലെത്താം. ഋഷികേശിൽ നിന്ന് നീലകണ്ഠ മഹാദേവ ടെമ്പിളിലേക്ക് പോകുന്ന വഴി ഇടയ്ക്ക് തിരിഞ്ഞ് നമുക്ക് നീർവെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാൻ സാധിക്കും. ഋഷികേശിൽ നിന്ന് നീർവെള്ളച്ചാട്ടം കാണുവാൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. എൻട്രി പാസ് എടുക്കണം. മുളകൊണ്ട് പണിതിരിക്കുന്നതാണ് ഈ നിർമ്മിതി. ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ചരിത്രപരമായ രേഖകളോ വിവരങ്ങളോ ലഭ്യമല്ല. എങ്കിലും പ്രകൃതിദത്തമായ ഈ വെള്ളച്ചാട്ടവും പരിസരവും പ്രാദേശികമായി വളരെക്കാലമായി അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഋഷികേശ്. വഴിയുടെ കണ്ടീഷൻ കുറച്ചു മോശമായിട്ടാണ് തോന്നുന്നത്. റോഡിന് വീതിയും കുറവാണ്. വളവും തിരിവും കാഴ്ചവും എല്ലാം ഉള്ള വഴിയാണ്. ഋഷികേശിലെ ഒരു പ്രധാന പ്രകൃതി സൗന്ദര്യമാണ്. ഈ വെള്ളച്ചാട്ടത്തിന് സമീപം യോഗ, ധ്യാനം, പിക്നിക് തുടങ്ങിയ കാര്യങ്ങൾക്കും സൗകര്യമുണ്ട്. നീർഗഡ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ നീർഗഡ് വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി ഞങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്തു. ഈ വഴിക്കെല്ലാം വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് തന്നെ വേണ്ടിവരും. റോഡിന്റെ ഒരു സൈഡ് കുത്തനെ കയറ്റവും മറുവശത്ത് കുത്തനെ ഇറക്കവും ആണ്. ഈ സ്ഥലം നാഗരികതയുടെ സ്വാധീനം അധികം ഇല്ലാത്തതിനാൽ പ്രകൃതിയുടെ തനതായ സൗന്ദര്യം ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. എങ്ങനെ എത്തിച്ചേരാം? വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വനത്തിലൂടെ 15 മിനിറ്റ് കാൽനടയാത്ര ആവശ്യമാണ്.
നീർവെള്ളച്ചാട്ടം ഋഷികേശിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഇത് നീർഗഡ് വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു. പ്രകൃതിരമണീയമായ ഈ വെള്ളച്ചാട്ടം ഋഷികേശിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ നീലകണ്ഠ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്നു. 1.5 കിലോമീറ്റർ ദൂരം വനത്തിലൂടെയുള്ള ട്രെക്കിങ്ങിന് ശേഷം ഈ വെള്ളച്ചാട്ടത്തിലെത്താം. ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ചരിത്രപരമായ രേഖകളോ വിവരങ്ങളോ ലഭ്യമല്ല എങ്കിലും പ്രകൃതിദത്തമായ ഈ വെള്ളച്ചാട്ടവും പരിസരവും പ്രാദേശികമായി വളരെക്കാലമായി അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഋഷികേശ്. .5 കിലോമീറ്റർ വനത്തിലൂടെയുള്ള ട്രെക്കിംഗ് ഋഷികേശിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളിലൊന്ന്. പ്രകൃതി സ്നേഹികൾക്കും സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും പ്രിയപ്പെട്ട സ്ഥലം. ഈ വെള്ളച്ചാട്ടത്തിന് സമീപം യോഗ, ധ്യാനം, പിക്നിക് തുടങ്ങിയ കാര്യങ്ങൾക്കും സൗകര്യമുണ്ട്. നീർഗഡ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ നീർഗഡ് വെള്ളച്ചാട്ടം ഋഷികേശിലെ ഒരു പ്രധാന പ്രകൃതി സൗന്ദര്യമാണ്. ഋഷികേശിന് മുകളിലുള്ള മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടം 3 വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങളുടെ സംഗമത്താൽ രൂപം കൊള്ളുന്നു. ഏകദേശം 25 അടി ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം ഒരു വലിയ കുളത്തിലേക്ക് എത്തുന്നു. ഇത് ലക്ഷ്മൺ ജൂലയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബദരീനാഥ് ഹൈവേ 7 തപോവൻ പ്രദേശത്താണ് ഇത് ഉള്ളത്. ഈ സ്ഥലം നാഗരികതയുടെ സ്വാധീനം അധികം ഇല്ലാത്തതിനാൽ പ്രകൃതിയുടെ തനതായ സൗന്ദര്യം ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. എങ്ങനെ എത്തിച്ചേരാം? വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വനത്തിലൂടെ 15 മിനിറ്റ് കാൽനടയാത്ര ആവശ്യമാണ്. വഴിയിൽ 2 പാലങ്ങളും ഒരു ചെറിയ അരുവികളും കാണാം. കൂടാതെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെയും ഇവിടെ കാണാൻ കഴിയും. സെപ്റ്റംബർ മുതൽ ജൂൺ വരെയാണ് നീർഗഡ് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഡിസംബറിലെ തണുത്ത കാലാവസ്ഥയും വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേക ആകർഷണം നൽകുന്നു. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിയാൽ കാണുന്നത് ഋഷികേശ് പട്ടണം ആണ്. ഗംഗാ നദിയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. ഇരുവശങ്ങളിൽ ഋഷികേശ് പട്ടണവും.
ഞങ്ങൾ ഓരോ ഓംലെറ്റ് കഴിച്ചു. ഏകദേശം 25 അടി ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം ഒരു വലിയ കുളത്തിലേക്ക് എത്തുന്നു. ഋഷികേശിന് മുകളിലുള്ള മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടം 3 വ്യത്യസ്ത വെള്ളച്ചാട്ടങ്ങളുടെ സംഗമത്താൽ രൂപം കൊള്ളുന്നു. ഈ കാണുന്നതാണ് നീർ വെള്ളച്ചാട്ടം. ഇതിന്റെ സൈഡിൽ കൂടി മുകളിലേക്ക് പോയാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ നല്ല ഭംഗിയുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. പല തട്ടുകളായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം, പ്രകൃതിദത്തമായ കുളങ്ങൾ, തണുത്ത തെളിഞ്ഞ വെള്ളം. കയറുന്നത് ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ഞങ്ങൾ അതിന്റെ മുകളിലേക്ക് കയറിയില്ല. ഏതായാലും മലകളിൽ കൂടിയുള്ള സഞ്ചാരം മനസ്സിന് വളരെ കുളിർമ കിട്ടുന്ന ഒന്നാണ്. നമുക്ക് വണ്ടി ഓടിക്കുന്നതിന്റെ ക്ഷീണം തോന്നില്ല. Neergad Waterfall, also known as Neergaddu, is a popular natural attraction in Rishikesh, Uttarakhand, known for its scenic beauty and multiple tiers of waterfalls. The waterfall is named after the Neergad village and is a collection of 3 waterfalls that cascade down rocky cliffs. It's a popular spot for swimming, hiking, and enjoying the surrounding natural environment. History and origin. The waterfall is named after the Neergad village, which is located in the hills above Rishikesh. It's a multi-tiered waterfall, with the water flowing down rocky cliffs into pools below. The area around the waterfall is known for its lush greenery and is a popular spot for nature lovers and those seeking a refreshing escape. Features and activities. Swimming. The pools formed by the waterfalls offer a refreshing place to swim, particularly during the warmer months. Hiking. A trek to the waterfall, through dense forest and along trails with gradual ascents, is a popular activity. Scenery. The surrounding landscape provides beautiful views of the valley and opportunities for photography. Wildlife. The area is known for its diverse flora and fauna, adding to the natural charm of the location. Accessibility and visiting. The waterfall is located on the Rishikesh-Badrinath highway, approximately 5 to 7 km from Lakshman Jhula. It can be reached by vehicle or by walking a short distance from the highway. There are 2 bridges within the waterfall area, with some shops nearby. The waterfall is open from 8 a.m. to 6 p.m., and there is a small ticket price for entry.